വേറെ ഒരു നടത്തം കൊണ്ട് മാത്രം നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ കഴിയുമോ? ഹൊറർ മൂവീസിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മാസ്റ്റർ പീസ് മൂവിയാണിത്. ഡേ 34 ഓഫ് 100 Days 100 മൂവി സീരീസ്. ജയ് എന്ന് പറയുന്ന സാധാരണ പെൺകുട്ടിയിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അവൾ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അവളുടെ ജീവിതത്തിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. ഇവളുടെ ബോയ് ഫ്രണ്ട് തന്നെ ഇവളെ ചതിക്കുകയായിരുന്നു. അതായത് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട സമയം അയാളിലുണ്ടായിരുന്ന ഒരു ശാപം ഇവളിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇത് നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്ന ശാപമല്ല. ആ നിമിഷം മുതൽ അവളെ ഒരു അദൃശ്യ രൂപം പിന്തുടരാൻ തുടരുകയാണ്. അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടത്തില്ല, നടന്നു വരികത്തുള്ളൂ. നമ്മൾ എത്ര ഓടിയാലും നമ്മുടെ പുറകെ അത് നടന്നു വരുത്തേ ഉള്ളൂ. അത് നമ്മൾ എവിടെ പോയി വിളിച്ചാലും നമ്മളത് പിന്തുടർന്ന് കണ്ടെത്തുകയും ചെയ്യും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് മറ്റൊരാളിലേക്ക് ഈ ശാപം കൈമാറുക, അത് മാത്രമേ ഉള്ളൊരു വഴി. ഞാൻ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ നടത്തം കൊണ്ട് മാത്രം നമ്മൾ ആങ്സൈറ്റിയുടെ പീക്ക് ലെവലിൽ എത്തിക്കുക ഈ സിനിമ. ഒരു ഹൊറർ മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ മൂവി കണ്ടിരിക്കണം. ഇറ്റ് ഫോളോസ് എന്നാണ് ഈ മൂവിയുടെ പേര്. ആമസോൺ പ്രൈമിൽ കിട്ടും. ലിങ്ക് വേണ്ടവർ താഴെ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യൂ, അല്ലെങ്കിൽ എൻ്റെ ബയോ കൂടെ ചെക്ക് ചെയ്ത് നോക്കൂ. മൂവി കണ്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് എന്തായാലും രേഖപ്പെടുത്തണം. അപ്പം നാളെ കാണാം. ബൈ.